Dear students, I am Dr. Shiji KP, Assistant Professor, Department of History, Unity Women's College, മഞ്ചേരി. 2024 യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുള്ള 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യൂണിറ്റി വിമൻസ് കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് 3 മൈനർ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ. ഒന്നാം സെമിസ്റ്ററിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ഫസ്റ്റ് എന്ന പേപ്പറാണ് ഞങ്ങളിവിടെ കുട്ടികൾക്ക് അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും വെസ്റ്റ് ഏഷ്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനവിഭാഗങ്ങളെക്കുറിച്ചും അവിടുത്തെ വ്യത്യസ്ത ഭാഷകളെക്കുറിച്ചും കൂടാതെ ആ പ്രദേശത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങളെക്കുറിച്ചിട്ടുമാണ് വിശദമാക്കിയത്. അതായത് വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് പറയുന്ന നാഗരികതയുടെ തൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ് ഈ പേപ്പറിലൂടെ ഞങ്ങൾ കുട്ടികളിൽ എത്തിച്ചത്. ഇനി തുടർന്ന് വരുന്ന 2ാം സെമിസ്റ്ററിൽ വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് 2 എന്ന പേപ്പറാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിലൂടെ കുറച്ചുകൂടെ വിശദമായി വെസ്റ്റ് ഏഷ്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രാധാന്യത്തിനെക്കുറിച്ചും ലോകരാജ്യങ്ങൾ വെസ്റ്റ് ഏഷ്യയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടുമാണ് വിശദമാക്കുന്നത്. 19-20 നൂറ്റാണ്ടുകളിൽ ലോകവ്യാപകമായിട്ട് വന്നിട്ടുള്ള കോളനിവൽക്കരണം വെസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വെസ്റ്റ് ഏഷ്യയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചിട്ടും രാജ്യങ്ങളെ രാഷ്ട്രീയമായിട്ട് ഇത് എങ്ങനെ ബാധിച്ചു എന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഈ സെമിസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമകാലീനമായിട്ട് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുന്ന ഇസ്രായേൽ പലസ്തീൻ വിഷയം, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, സയോണിസം എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് ഉയർന്നു വന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നീ ഘടകങ്ങളും ഈ 2ാം സെമിസ്റ്ററിൽ 4ാം ചാപ്റ്ററിലൂടെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ സമകാലീന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന, ചരിത്രം ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.